ബംഗാളിൽ 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ്. അടുത്ത ഘട്ടം 29-ാം തീയതിയാണ്. വളരെയധികം ആവേശത്തോടുള്ള പ്രചരണത്തിലേക്കാണ്. പരസ്യ പ്രചരണം തന്നെ കൊടുമ്പിരി കൊള്ളുന്ന ഒരു സാഹചര്യമാണ് ബംഗാളിലെ അടുത്ത ഘട്ടത്തിലെ മണ്ഡലങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ബംഗാൾ സർക്കാരിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ബംഗാളിൽ അമ്മമാരും സ്ത്രീകളും തൃണമൂലിൻ്റെ കാടത്ത ഭരണത്തിൻ്റെ ഇരകളാണ്. ബംഗാളിലെ പെൺമക്കൾ സുരക്ഷിതരല്ലെന്ന് ഹൻസ്ഖാലിയിലെ കൂട്ടബലാത്സംഗം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. നുഴഞ്ഞുകയറ്റക്കാർക്ക് അഭയം നൽകുന്നതിലും മമതാ സർക്കാരിന് വലിയ രീതിയിൽ ആവേശമാണ്. ഇടതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിച്ചതുപോലെ തന്നെ ജനം TMCക്കെതിരെയും വിധി എഴുതും. കൃഷ്ണനഗറിലെ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി തൃണമൂലിനെതിരെ ആഞ്ഞടിച്ചത്. TMC के महाजंगल राज का बहुत बड़ा नुकसान हमारी बहनों बेटियों को उठाना पड़ा है। हंसखाली में एक नाबालिग बेटी के साथ गैंगरेप और हत्या ये TMC के भय वाले मॉडल का ही उदाहरण है। यहाँ बेटियों की तस्करी की घटनाएं भी लगातार बढ़ रही है। इस भय से बंगाल की बेटियों को मुक्ति चाहिए। साथियों, TMC बंगाल की बहनों का सच्चा सशक्तिकरण कभी भी नहीं कर सकती। इसका उदाहरण आपने पिछले हफ्ते संसद में भी देखा है. ജംഗിൾ രാജ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ട് കാണും. ബീഹാറിൽ ഒരു കാലത്ത് ലാലു പ്രസാദ് യാദവിന്റെ ഭരണകൂടം നടത്തിയിരുന്ന പച്ചയായ യാഥാർത്ഥ്യം, അതേ ജംഗിൾ രാജിന് സമാനമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് മമതാ സർക്കാരിന് കീഴിൽ ബംഗാളിലും നടക്കുന്നത്. അത്രയും കടുത്ത വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത്. വിശദാംശങ്ങളുമായി ദിലീപ് കുറ്റിച്ചൽ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ദിലീപ്, കൃത്യമായ വിമർശനം അക്കമിട്ട് നിരത്തുകയാണ് പ്രധാനമന്ത്രി. സ്വാഭാവികമായിട്ടും 2ാം ഘട്ടത്തിൽ വിധി എഴുതാൻ പോകുന്ന മണ്ഡലങ്ങളിലൊക്കെ സജീവ ചർച്ച ഈ ബംഗാളിലെ ജംഗിൾ രാജ് തന്നെയാണ്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം പ്രധാനമന്ത്രി ഇന്ന് നടത്തിയ പ്രസംഗത്തിൽ വളരെ ശക്തമായ ഭാഷയിലാണ് തൃണമൂൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഭരണവിരുദ്ധതയെക്കാളും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ല ഈ സംസ്ഥാനത്ത്. അതിന് ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നിട്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും ഇതുവരെയും പ്രതിയെ പിടികൂടാനാവാത്തത് ഈ ഒരു സർക്കാരിന്റെ വലിയ പരാജയമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് പ്രസംഗത്തിൽ ഉന്നയിച്ചത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കൂട്ടബലാത്സംഗത്തിനിരയായ അതും പ്രായപൂർത്തിയാകാത്ത കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ ആ ഒരു പ്രതികളെ പിടിക്കാനായില്ല എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ വലിയൊരു വീഴ്ചയാണ്. അത് തന്നെയാണ് അദ്ദേഹം എടുത്തുകാട്ടിയതും. അതോടൊപ്പം തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും അദ്ദേഹം ഇന്നത്തെ ഈ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. 142 മണ്ഡലങ്ങളിലാണ് ഈ മാസം 29-ന് 2ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. ആ ഒരു സംഭവത്തിലാണ് അദ്ദേഹം ഇത്രയും കനത്ത ഭാഷയിൽ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്കിടയിൽ സ്വാഭാവികമായിട്ടും ഒരു വ്യതിചലനം ഉണ്ടാക്കും എന്നതിന് സംശയമില്ലാതെ തന്നെ പറയാൻ സാധിക്കും. കാരണം അത്രത്തോളം ദുരിതം വെസ്റ്റ് ബംഗാളിലെ സ്ത്രീകൾ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം മനസ്സിലാക്കിയതും. അതിന്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷം എങ്ങനെയാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് പടിയിറങ്ങിയത്, അതേ ഒരു പടിയിറക്കം ഇത്തവണ ഈ വെസ്റ്റ് ബംഗാൾ നടക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്. അതിന്റെ പൂർണ്ണ പിന്തുണ ജനങ്ങൾ നൽകുമെന്നുള്ള ഉറപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. ഇത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഷ്യാം.